ഈ നിയമസഭയിൽ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു സെൻറ്റൻസ് പറയുന്നതിന് മുമ്പിലും പിന്നിലും ഈ പുട്ടിന് പേരിടുന്ന പോലെ സാർ 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 എന്ത് വൃത്തിയുടെ വാസം. ഇത് ആരുണ്ടാക്കിയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ലേ ഇത്? ആ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. അത് തുടക്കത്തിലൊരു സാറൊക്കെ, അത് വീണ്ടും വീണ്ടും സാർ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം മാറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറേ സാറേ എന്ന് പറയുന്ന സമയത്ത് വേറെ അർത്ഥാന്തരം വരിക എന്ന് പറയില്ലേ, വൃത്തികേടാണ് അത്. വാസ്തവത്തിൽ ഛർദ്ദിക്കാൻ വരിക അത് കേൾക്കുന്ന സമയത്ത്. മുഖ്യമന്ത്രി അടക്കം അവർ തന്നെ പിടിച്ച് കയറ്റിയിട്ടുള്ള ജൂനിയറായിട്ടുള്ള ആളല്ലേ അവിടെ സത്യത്തിൽ ഇരിക്കുന്നത്. ഇത് ആരുണ്ടാക്കിയ നിയമം? ഇന്ത്യക്കാരുണ്ടാക്കിയ നിയമമാണോ? സാർ എന്നുള്ളത് സംസ്കൃത വാക്കാണോ അല്ലെങ്കിൽ മലയാള വാക്കാണോ? അവരെ വേറൊരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട അംഗം എന്നിട്ട് തെമ്മടത്തരം പറയും. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് കള്ളത്തരമാണ്, സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ്, സഭ പറയാവുന്ന വാക്കുകൾ ചേർന്നുണ്ട്, അത് മിക്കവും ഉപയോഗിക്കും നെഗറ്റീവായിട്ടുള്ളത്. എന്നിട്ട് പറയും ബഹുമാനപ്പെട്ട, അവരെ തന്നെ ചാനൽ ചർച്ചയിലും കേൾക്കാം, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് തമ്മിൽ അടി കൂടും. എല്ലാം ഒരു തരം അഭിനയമാണ് വാസ്തവത്തിൽ. നിയമസഭയിൽ ഈ സാറ് താറ് 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 എന്നുള്ള വിളി നിർത്തണം വാസ്തവത്തിൽ. ഇവിടെ ഈ തമിഴ്നാട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. നേതാക്കന്മാരെ കാണുന്ന സമയത്ത് കാൽ തൊട്ട് വണങ്ങുക. ആ ജയലളിതയുടെ കാലത്ത് അത് വലിയ കാര്യമായിട്ട് നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റാലിൻ വന്നപ്പോൾ പറഞ്ഞു വേഷം കെട്ടുന്ന ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. ബഹുമാനയ്ക്ക് ബഹുമാനം തന്നെ, പക്ഷേ ഈ കാല് തൊട്ട് വണങ്ങുക മറ്റുള്ള പരിപാടികൾ ഇപ്പം അതില്ല. പിന്നെ വെറുതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അതൊന്നുമില്ല. വെറുതെ പുകഴ്ത്തുന്ന പരിപാടി നിയമസഭയിലില്ല കേട്ടോ. അതിപ്പോൾ സിനിമയിലാണ്. മമ്മൂട്ടിയെ മോഹൻലാൽ ഇങ്ങനെ എല്ലാവരും അവരുടെ ഭാഗതയം, മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ച്, മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് വരുന്ന മർലൻ ബ്രാൻഡോ പോൾ മിനിയോ എസ്റ്റൻ ചാൾട്ടനോ, ഈ ടാവട്ടയ്യ എന്താ പറയുക, കയ്പക്കായ പോലെ നീണ്ടു കിടക്കുന്നത് കേരളത്തിനകത്ത് നടന്മാരെ അവരൊക്കെ. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പത്താറോട് ചോദിച്ചിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിയുന്നില്ല. എന്നുള്ള ലോകോത്തര നടന്മാരെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ വാസ്തവത്തിൽ? വെറുതെ പുകഴ്ത്ത വാസ്തവത്തിൽ. മമ്മൂട്ടിയുടെ നമ്മൾ മറ്റേ ഇത് പറയില്ലേ, ഗുരുവായൂരപ്പൻ്റെ കേശാദിപാദം, കേശം മുതൽ പാദം വരെയും പാദം മുതൽ കേശം വരെയും. ഇങ്ങനെ ഇരുന്ന് വർണ്ണിക്കുക വാസ്തവത്തിൽ. ഒരു നാണവും മാനം കിട്ട പരിപാടിയാണ് അത്. ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർജവമില്ലായ്മ, അനാർജവത്വം എന്ന് പറയും. അതായത് ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ അതല്ല വാക്കുകളായിട്ട് വരിക, ആ വാക്കുകളായിട്ട് വന്ന കാര്യമല്ല പ്രവൃത്തിയായിട്ട് വരിക. പണ്ടൊരു കള്ളുകുടിയാൻ വീട്ടിലേക്ക് ഇനിയാണ് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ റോട്ടിൽ തന്നെ എന്ത് ചെയ്തു പറയും, അയാൾ വരുന്ന വഴിക്ക് തലയിൽ കെട്ടൊക്കെ ഉണ്ട്, അത് ഇട്ടിട്ട് മുന്നിൽ വിരിച്ചു. അല്ല, ആ കെട്ടെടുത്തിട്ട് മുന്നിലിങ്ങനെ ആ പൊടിയും കളഞ്ഞു. റോട്ടിലാണെന്ന് മനസ്സിലാക്കണം. അവിടെ പൊടി കളഞ്ഞിട്ട് പല കാര്യമുണ്ടോ. പൊടി കളഞ്ഞിട്ട് അയാൾ ഇടതുവശത്ത് ആ മുണ്ട് വിരിച്ചു, അതിന് വലതുവശത്തേക്ക് കടന്നു എന്ന് പറഞ്ഞ പോലെ. ഒരു സ്ഥലത്ത് പൊടി കളഞ്ഞു, മറ്റൊരു സ്ഥലത്ത് മുണ്ട് വിരിച്ചു, വേറൊരു സ്ഥലത്ത് കിടന്നു. മൂന്ന് തരത്തിലാണെന്നർത്ഥം. ഇതുപോലെയാണ് അതാണ് ഈ ആർജവമില്ലായ്മ. മനസ്സിലൊന്ന്, വാക്കൊന്ന്, പ്രവൃത്തി വേറൊന്ന്.
ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഫാറൂഖ് എന്ന് പറയും, അദ്ദേഹം സിനിമക്കാരൻ. അദ്ദേഹത്തോട് ചോദിച്ചു, ഫാറൂഖെ, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്, ഫാറൂഖിൻ്റെ സിനിമയിൽ ഫാറൂഖ് എനിക്കൊരു റോൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഞാൻ വരുന്ന സമയത്ത് ഞാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഗണപതി ഹോമം കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ചിരിക്കുകയാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമായി തീർന്നിട്ടുണ്ട് അവിടെ. ഒരുതരം ഭയമാണ്, സ്നേഹമല്ല അവിടെ, ആദരവല്ല അവിടെ, ബഹുമാനമല്ല അവിടെ, ഒരുതരം ഭയമാണ് ഇവരോടൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് നല്ല ഗുണ്ടകളാണ്. അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നേരിട്ട് അവർ ആയിരിക്കില്ല വരിക, അതിൻ്റെ പുറകിലുള്ള കളികൾ, അതുകൂടി അവൻ്റെ തർപ്പണം കുളിക്കും സിനിമാ രംഗത്ത്. അതങ്ങനെ. അത് ഞാൻ സിനിമാ രംഗത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത് ഈ സാറ് വിളിയാണത്. നമ്മളെ ബസ്സിലെ കണ്ടക്ടറെ നമ്മൾ സാറേ സാറേ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നിയമസഭയിൽ സാറേ 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 സാമ്പാറേ എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? ആ ഒരു വിലയാണ് അവിടെ വിളിക്കുന്ന സാറിനുള്ളത്. അതൊന്ന് നീക്കം ചെയ്തുകൂടെ ഇവർക്ക്? ഇവർക്ക് വലിയ ബുദ്ധിയുണ്ട്, പക്ഷെ ചെറിയ ബുദ്ധിയില്ലെന്ന് തോന്നുന്നുണ്ട്. ആ സംഭവം കാലാകാലങ്ങളായിട്ടുള്ളൊരു ഉശാമ്പി പരിപാടിയാണത് ഈ സാറേ വിളി. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നമസ്കാരം.